സവിശേഷമായ രചനാശൈലിയുടെ ഉടമയായിരുന്നു വി.കെ.എൻ. മലയാളികളെ ചിരിപ്പിക്കുകയും അതിലേറെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഈ എഴുത്തുകാരൻ വിടവാങ്ങിയിട്ട് 21 കൊല്ലമായി. ഒരു ബ്ലാക്ക് ഹ്യൂമർ എന്താണെന്ന് മലയാളിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വി.കെ.എൻ്റെ ഭാഷ്യം എന്ന് പറഞ്ഞാൽ മലയാളി എക്കാലത്ത് ഓർമ്മിച്ച് ചിരിക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. മലയാള സാഹിത്യത്തിൽ വേറിട്ട് നിന്ന ഒരു രചനാ കൗതുകം അദ്ദേഹം എപ്പോഴും തൻ്റെ എഴുത്തിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു. സാമൂഹിക ജീവിതത്തിലെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു പലപ്പോഴും വി.കെ.എൻ്റെ കഥകളും കൃതികളും. അസാധാരണമായിരുന്നു വി.കെ.എൻ. ശൈലി. സംഭവങ്ങളെ വി.കെ.എൻ. വിചിത്ര കഥകളാക്കി മാറ്റി. ഒരേ സമയം മലയാളിയെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു. വിപ്ലവ കേരളത്തെ ഫലിതമയമാക്കിയ ചാത്തൻസും സ്വന്തം ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിച്ച പയ്യൻ എന്ന കേന്ദ്ര കഥാപാത്രവും മലയാളികളെ വി.കെ.എൻ. എന്ന 3 അക്ഷരങ്ങളിലേക്ക് അടുപ്പിച്ചു നിർത്തി. തൃശൂരിലെ തിരുവിൽവാമലയിൽ ജനിച്ച വി.കെ.എൻ. ഡൽഹിയിലെത്തി UNIയിലും ആകാശവാണിയിലും ഒക്കെ പ്രവർത്തിച്ച ശേഷമാണ് സാഹിത്യരചന തന്റെ തട്ടകമാക്കി മാറ്റിയത്. 10 വർഷം നീണ്ട ഡൽഹി ജീവിതമാണ് എഴുത്തിൽ കരുത്തുറ്റ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനുള്ള അനുഭവ ലോകം വി.കെ.എന്നിൽ ഉണ്ടാക്കിയത്. M. മുകുന്ദൻ, O.V. വിജയൻ, കാക്കനാടൻ എന്നിവരുമായുള്ള സൗഹൃദം രൂപപ്പെട്ടതും അവിടെ വെച്ചാണ്. പിതാമഹൻ, അസുരവാണി, ജനറൽ ചാത്തൻസ് തുടങ്ങി 13ഓളം നോവലുകളും ഹാജിയാര്, വി.കെ.എൻ. കഥകൾ തുടങ്ങി 18ഓളം കഥാസമാഹാരങ്ങളും നിരവധി നർമ്മലേഖനങ്ങളും വി.കെ.എന്നിൻ്റേതായിട്ടുണ്ട്. പയ്യൻ കഥകൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ആരോഹണത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടി. 2004 ജാനുവരി 25-ന് 75-ാം വയസ്സിൽ വി.കെ.എൻ. വിടവാങ്ങിയപ്പോൾ മലയാള സാഹിത്യത്തിൽ വേറിട്ട വഴിവെട്ടിയ പ്രതിഭാശാലിയെയാണ് നഷ്ടമായത്. റിസർച്ച് ഡെസ്ക് 24.